ചെയ്തതും നമ്മുടെ നാട്ടിൽ പോയിക്കൊന്നൊക്കെ വിഷം നമുക്ക് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ കുരുമുളക് കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് കുരുമുളക് പൊടി വാങ്ങി കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിതം പോകുന്നത്. അപ്പം നമ്മൾ ഹായ്, ഞാൻ നിതിൻ രവീന്ദ്രൻ. ആയുർവേദ രംഗത്തും കളരി മർമ്മ ചികിത്സാ രംഗത്തും 25 വർഷത്തെ പാരമ്പര്യമുള്ള ഷംസുദ്ദീൻ ഗുരുക്കളുടെ കൂടെയാണ് ഇന്ന് ഞാനിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ നിത്യജീവിതത്തിൽ ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം എല്ലാം അശുദ്ധമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 25 വയസ്സിന് താഴെ തന്നെയുള്ള യുവാക്കൾക്കും യുവതികൾക്കും അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വാക്സിനൊക്കെ എടുത്തതിന് ശേഷം ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും. ഓൾമോസ്റ്റ് ആരോഗ്യപരമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇനി വിദേശ രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മളത് ഫോളോ ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലെങ്കിലും നമ്മൾ നമ്മുടെ പഴമയിലേക്ക് ഒരു നിമിഷമെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കും നമ്മുടെ തലമുറകൾക്കും വരാനിരിക്കുമെന്നുള്ളത് യാതൊരു വിധത്തിലും സംശയമില്ല. അപ്പോൾ നിത്യജീവിതത്തിൽ ഒരു ആരോഗ്യവാനായ ഒരാൾക്ക് എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നാണ്, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ഡിസ്കഷൻ ചെയ്യാൻ പോവുകയാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ, പഴയ പോലെ നമ്മളൊരു ഹെൽത്തി ആയിട്ട് എടുക്കാൻ നമ്മൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലും നിത്യജീവിതത്തിലും വ്യായാമങ്ങളിലൊക്കെ കൊണ്ടുവരണം? ഒരു ആരോഗ്യമുള്ളൊരു ലൈഫാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ഇത്ര കാലത്തൊരു എക്സ്പീരിയൻസ് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യന് അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. അതായത് പഴമക്കാർ പറയുന്നൊരു കാക്കയുടെ സ്വഭാവം. അപ്പോൾ നമ്മൾ ഭക്ഷണം കാലത്ത് കഴിച്ച ഭക്ഷണം അതിൻ്റെ ഊർജ്ജം ശരീരം യൂസ് ചെയ്യാതെ ഉച്ചക്ക് വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ആദ്യം എടുത്ത കലോറി എനർജി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. രണ്ടാമത് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇന്നത്തെ നമ്മുടെ സിസ്റ്റം, നമ്മുടെ സാഹചര്യം എന്ന് വെച്ചാൽ അയ്യോ നമ്മൾ 2 മണിയായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയാം. എൻ്റെ വയറിന് വിശപ്പുണ്ട്, എനിക്ക് ഭക്ഷണം വേണമെന്നല്ല, അല്ല ശരീരം ചോദിക്കുന്നുണ്ട് എനിക്ക് വിശക്കുണ്ട് കഴിക്കണം എന്നല്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വന്നതാണെങ്കിലും സുഹൃത്തുക്കളെ പാർട്ടിൻ്റെ അറിഞ്ഞ് വിളിച്ച് പോയാൽ അവിടെ പോയി കഴിക്കുക. ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ 4, 5, 6 വിഭവങ്ങളാണ് ഭക്ഷണം റൈസായിട്ട് തന്നെ ഉള്ളത്. അത് ആരും എന്ത് ചെയ്യണില്ല, ഒന്ന് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്നിരുന്നിട്ട് കഴിച്ച് വീടില്ല, എല്ലാം എടുത്തിട്ട് കഴിക്കുക. അപ്പം ഇനി അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ശരീരത്തിൽ അല്പമാക്കുക, കുറച്ച് ഭാഗം നമ്മൾ വയറിൽ ഒഴിവാക്കി ഒരു 3 തിരിച്ചിട്ട് 1/3 ഭാഗം മാത്രമേ ഭക്ഷണത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 1/4 ഭാഗം നമുക്ക് ഭക്ഷണത്തിനും ബാക്കി ഭാഗം വെള്ളത്തിനും ബാക്കി ഭാഗം നമ്മൾ ഒഴിച്ചിടും വേണം. എങ്കിൽ നമുക്ക് ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് നിർബന്ധമായിട്ട് ഇന്നത്തെ നമ്മളെ സിറ്റുവേഷൻ, നമ്മുടെ കാലഘട്ടം, നാടിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്യാൻസറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും ടോപ്പായിട്ട് നമ്മളെ മലപ്പുറം ജില്ല, മലബാർ ഏരിയ, കേരളം പൊതുവെ ക്യാൻസറിലേക്ക്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ജങ്ക് ഫുഡ്, ഈ ഫാസ്റ്റ് ഫുഡ് പുറത്തുനിന്ന് വന്നിട്ടുള്ള പക്ഷേ ഡെയിലി നമ്മൾ പോയിട്ട് കരിച്ചതും പൊരിച്ചതും കഴിക്കുക. ശരിക്കും ആയുർവേദം പറയുന്നത് ഒരു പ്രാവശ്യം വെന്ത എണ്ണ രണ്ടാമത് വേവിച്ചാൽ അത് വിഷമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ നോക്കുക, ഓരോ ഹോട്ടലിൻ്റെയും ബേക്കറിൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹോട്ടലിലും നമുക്ക് ഫ്രഷ് ആയിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ, ഒരു അൽഫാമും, വെർജിന് പോട്ടെ, കെമിക്കലായ കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, അത് ഇന്ന് ചൂടാക്കി തന്നെയാണ് നാളെയും ചൂടാക്കുന്നതിൻ്റെ ബാക്കിക്ക് ഒഴിച്ചു കൊടുക്കുന്നാൽ ആരും നാളേക്ക് പുതിയതാക്കുന്നില്ല. അപ്പോൾ പരമാവധി നമുക്ക് ആരോഗ്യമുള്ള ഹെൽത്തി വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നമ്മൾ മല്ലി, മുളകും, മസാലപ്പൊടികൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ മില്ലിൽ പോയിട്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യുക. കമ്പനികളുടെ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ കമ്പനികളുടെ മസാലപ്പൊടികളും ഈ പുറത്തുനിന്നുള്ള ഭക്ഷണശീലങ്ങളും നമ്മൾ എന്ന് ഒഴിവാക്കുന്നു അന്ന് നമ്മൾക്ക് നല്ലൊരു ആരോഗ്യം. എപ്പോഴും പുതിക്ക് കഴിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ സെൻറ്റൻസ് എടുക്കുക, അല്പം കഴിക്കുക. ഇനി പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിലും നിറച്ച് കഴിക്കാതിരിക്കുക. അതാണ് നമുക്ക് വേണ്ട ഭക്ഷണത്തിൽ കുറഞ്ഞ അംശം. ബാക്കി കുറെ പറയാണ്ടോ, ഒക്കെ പറയാൻ സമയമില്ല. ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ഇത്തരം ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പെപ്സി നിർബന്ധമാണ്. അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പാനീയമാണ് പെപ്സി. ആണെങ്കിലും എണ്ണക്കടയും ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും ഒക്കെ കേടാണെന്നറിയാം. എങ്കിൽ നമ്മുടെ അഡിക്റ്റ് ആയത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണില്ല.
നമ്മളെ ജോലിയെ നോക്കും, നമ്മളെ കുട്ടികളെ നോക്കും, നമ്മളെ വീട് നോക്കും, നമ്മളെ വണ്ടി നോക്കും, നമ്മുടെ ഡ്രസ്സുകളൊക്കെ നോക്കും. പക്ഷേ നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുന്നില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ എത്ര കോടീശ്വരനാകാൻ നമ്മൾ ചിന്തിക്കും, ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ആകാൻ നോക്കും. അതേസമയം നമുക്ക് ഈ കാശൊക്കെ ഉണ്ടായിട്ട് അനുഭവിക്കാൻ നമ്മൾ ശരീരം വേണം. ഇതൊക്കെ ഉണ്ടായിട്ട് അവസാനം അനുഭവിക്കാൻ കൊളസ്ട്രോൾ വന്ന്, പ്രഷർ വന്ന്, പ്രമേഹം വന്ന്, ശരീരം ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം, ഹെൽത്തി ഉണ്ടോ അതേ എനിക്ക് ബാക്കിയുള്ളൂ, അതെനിക്ക് ഹാപ്പി ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്ത് കോടീശ്വരനായിട്ടും ആരോഗ്യമില്ലെങ്കിലും അവൻ നഷ്ടപ്പെട്ടവനായി പോയി. അതുകൊണ്ട് ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ മിനിമം ശ്രദ്ധിക്കുക. കുറേ പറയാനുണ്ട്, സമയമില്ല. അപ്പോൾ ഇതെങ്കിലും നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അല്പം കഴിക്കുക. പരമാവധി നമ്മൾ മസാലപ്പൊടികൾ നമ്മൾ പൊടിച്ച് ഉപയോഗിക്കുക. പിന്നെ സലാഡുകളും വെജിറ്റബിൾസും പച്ചക്കറി പരമാവധി വേവ് കുറച്ച് പച്ചയിൽ കഴിക്കാൻ നോക്കുക. ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ പഴുപ്പ് ഏറിയ ഫ്രൂട്ട്സുകൾ മാത്രം കഴിക്കുക. ഇന്ത്യൻ സംസ്കാര പ്രകാരം പണ്ടൊക്കെ ഒരു മീഡിയം വേവിലായിരിക്കും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നു. പച്ചക്ക് തിന്നിരുന്നതും അത് മീഡിയം വേവിലായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രുചിൻ്റെ മേലെ മാത്രം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പച്ചക്കറി ഞാൻ കേട്ടിടത്തോളം ന്യൂസിലൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ ബാൻ ചെയ്ത എത്രയോ പ്രൊഡക്റ്റുകളാണ് ഇവിടെ നമ്മൾ ഓരോ. തീർച്ചയായിട്ടും ബാൻ ചെയ്തതും നമ്മുടെ നാട്ടിൽ പോയിക്കൊന്നൊക്കെ വിഷം നമുക്ക് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ വെച്ചാൽ കുരുമുളക് കടയിൽ കൊണ്ടേ വിറ്റിട്ട് കുരുമുളക് പൊടി വാങ്ങി കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിതം പോകുന്നത്. അപ്പം നമ്മൾ സ്വയം ചിന്തിച്ചാൽ നമുക്ക് ആരോഗ്യമുള്ളൊരു ലൈഫ് എടുക്കാം. ഇനിയും കുറേ പറയാണ്ട് ഭക്ഷണത്തെക്കുറിച്ച്. ഇനി വെള്ളത്തിനെ കുറിച്ചിട്ട്, വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 90% തെറ്റായ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. രാവിലെ എണീറ്റിട്ട് വെറും വയറ്റിൽ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുക, അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ ഓരോ സിസ്റ്റം ഉണ്ട് നമുക്ക്. ഒരു ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുക, 3 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്റർ വെള്ളം കുടിക്കുക. ഇതൊന്നും നമ്മുടെ ശരീരത്തിനോ നമ്മളെ ജീവശാസ്ത്രത്തിനോ അനുയോജ്യമല്ല. അതായത് നമ്മൾക്ക് പ്രകൃതി തരുന്നത് എന്താണോ അതാണ് നമ്മൾ കഴിക്കേണ്ടത്. പ്രകൃതിയായിട്ട് തന്നെ കഴിക്കണം. ആ പ്രകൃതി നമുക്ക് തരുന്ന പച്ചവെള്ളമാണ്. ആയുർവേദം പച്ചവെള്ളത്തെ പ്രതിപാദിക്കുന്നത് പച്ചവെള്ളം പാലിന് തുല്യമാണെന്ന്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻ പറയുന്നത്, ഇന്നത്തെ നമ്മൾ രോഗത്തിന് പ്രതിരോധിക്കാൻ പറയുന്നത് രോഗാണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തെ തിളപ്പിക്കുന്നു. അതെ, വീടുകൾ നമ്മൾ 7 മീറ്റർ, ഇപ്പോഴത്തെ നമ്മളെ നിയമം തന്നെ 7 മീറ്റർ അകലത്തായിരിക്കാം നമ്മളെ കിണറിൻ്റെ സ്ഥാനത്തും വേസ്റ്റും നമ്മളെ സെപ്റ്റിക് ടാങ്കുകളും വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മണ്ണ് വലിയൊരു ഫിൽട്രേഷനാണ്. അപ്പോൾ മണ്ണിൽ കൂടെ നമ്മൾ ഇനി എത്ര വേസ്റ്റ് വെള്ളം വന്നാലും ഒരു 7, 8, 10 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട, അത് ഫിൽട്ടർ ചെയ്യും. പിന്നെ നമ്മൾ ഈ തിളപ്പിക്കുന്നതിൽ ആരോഗ്യാണുക്കൾ, ഈ രോഗാണുക്കളെ നശിപ്പിക്കാനാണ്. ഈ രോഗാണുക്കൾ നശിക്കലോടുകൂടി അതിലുള്ള ആരോഗ്യാണുക്കൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു, വെള്ളത്തിൽ കൊന്നു. വെള്ളത്തിനെ നമ്മൾ തിളപ്പിച്ച് കൊന്നു കഴിഞ്ഞു. പിന്നെ ജീവനില്ലാത്ത വെള്ളം നമ്മൾ കുടിക്കുന്നത്. ഒരു തിളപ്പിച്ചാര വെള്ളം ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചെടി പോലെ നമുക്ക് വളർത്താൻ പറ്റില്ലല്ലോ. അതുപോലെ നമ്മൾ ശരീരത്തിൻ്റെ നമ്മുടെ നാടിനരമ്പുകൾക്ക് ഉത്തേജനം കിട്ടണമെങ്കിലും നമുക്ക് സർക്കുലേഷൻ കൂടണം, പ്രതിരോധശേഷി ഉണ്ടാകണമെങ്കിലും പ്രകൃതിയിൽ നിന്ന് തരുന്ന വെള്ളം തന്നെ കുടിക്കണം. പ്രകൃതിയിൽ നിന്ന് തരാത്ത വെള്ളം നമ്മൾ ഉപയോഗിക്കാതെ തിളപ്പിച്ചിട്ട് അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് ആ പ്രകൃതി നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ പ്രതിരോധശേഷി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ചൂടുവെള്ളം കൊണ്ട് കുളിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ഇതൊക്കെ ആയുർവേദ വിധി പ്രകാരം നമ്മളെ ലൈഫ് നാച്ചുറൽ പ്രകാരമൊക്കെ അത് തെറ്റാണ്. അപ്പോൾ കേട്ടല്ലോ, ഏറ്റവും പരിശുദ്ധമായ വെള്ളം, അതായത് ശരീരത്തിന് ആവശ്യമായ ആരോഗ്യമുള്ളൊരു ശരീരത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളമാണ്. ആ വെള്ളം കിണറ്റിൽ നിന്നും തിളപ്പിച്ചാറ്റൊന്നും വേണ്ട, കിണറ്റിൽ നിന്നുള്ള സാധാരണ പച്ച വെള്ളമാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള പാനീയം. പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ നിത്യത്തിൽ വ്യായാമത്തിനുള്ള പങ്ക്. ഈ വ്യായാമം ചെയ്യുന്നതിൽ നമ്മളിപ്പോൾ നാട്ടിൽ കണ്ടിരിക്കുന്ന ഒരു അബദ്ധം എന്താ വെച്ചാൽ, എല്ലാവരും വ്യായാമം നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് മോർണിംഗ് വാക്ക് രാവിലെ എണീറ്റിട്ട് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നടത്തും നടക്കും. അത് നല്ലതല്ലേ? അത് ഇന്ന് ഈ നേരത്തെ നമ്മൾ വെള്ളത്തെക്കുറിച്ച് പ്രതിപാദിച്ചതുപോലെ അത് വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട് അതിൽ. നമ്മൾ അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം കലങ്ങിയ മറ്റുള്ളൊരു വെള്ളം എടുത്തിട്ട് അത് നല്ലോണ്ട് ചുറ്റിയിട്ട് ഒരു ഭാഗത്തോണ്ട് വെച്ചാൽ,
അതിലുള്ള മട്ട് പെട്ടെന്നാണ്ട് ഊറും. ആ അത് അതേമാതിരി ഇളക്കാതെ വെക്കുന്നുണ്ടെങ്കിൽ സാവകാശം ഊറുള്ളൂ. അതുപോലെ നമ്മൾ രാവിലെ എണീറ്റേക്കാണ്ട് 5 കിലോമീറ്റർ നടത്തി ശരീരം നല്ലോണ്ട് വാമാവാണ്. ഈ വാമായിട്ട് പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓരോ പോയിട്ട് ഓഫീസിലിരിക്കുക, ഡോക്ടർ കേസരിയിരിക്കുക, മറ്റ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡ്രൈവറാണ് ഡ്രൈവർ. പിന്നെ വൈകുന്നേരം വരെ അവൻ്റെ ശരീരം ഇളകുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ രാവിലെ ചെയ്യുന്നത് ഒരു അപകടമാണ്. നമ്മൾ വ്യായാമം കാലിൻ്റെ പണി കൊടുക്കുക, കയ്യിൻ്റെ പണി കൊടുക്കുക, നമ്മളെ മൈൻഡിൻ്റെ പണി കൊടുക്കുക. അത് നമ്മൾ ഒരു സമയത്തേക്ക് മാത്രമാക്കി ചുരുക്കാൻ പാടില്ല. രാവിലെ എണീറ്റിട്ട് ജിമ്മിൽ പോകുന്നൊക്കെ എന്തും രാവിലെ എണീറ്റിട്ട് ജിമ്മിൽ പോവാം, ചാടൊക്കെ ചെയ്യാം. പക്ഷേ പിന്നീട് നമ്മൾ ഫുൾ ടൈം എസിയിലോ ഓഫീസിലോ ഇരിക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ ഉച്ചക്ക് ഭക്ഷണത്തിന് നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ നടന്നുകൊണ്ട് വരാനെങ്കിലും ശ്രമിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ജോലി സമയങ്ങളിൽ നമ്മൾ ശരീരം ഇളകിക്കൊണ്ടിരിക്കണം. അതായത് നമ്മൾ രാവിലത്തെ മോർണിംഗോട് കൂടി നമ്മൾ വ്യായാമം അവസാനിപ്പിക്കാൻ പാടില്ല. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അവന് എന്നും നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എന്നും എക്സസൈസ് ചെയ്യുന്ന ആളാണ്, അവനക്ക് അറ്റാക്ക് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ ദിവസത്തിൻ്റെ കുറഞ്ഞൊരു മണിക്കൂറുകൾ മാത്രമാണ് ശരീരം ചൂടായിട്ട്, പിന്നെ വലിയ ഭൂരിഭാഗം സമയം അവൻ്റെ ശരീരം ഫാറ്റ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയിലേക്കാണ് അവൻ്റെ രീതി പോകുന്നത്. അപ്പോൾ അവൻ്റെ ഉച്ചയും അവൻ്റെ വൈകുന്നേരവും അവൻ്റെ സന്ധ്യയും അവൻ്റെ രാത്രിയും കിടക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും അവന് വ്യായാമത്തിലായിരിക്കണം. ഇതിൽ മാത്രം ഒരുങ്ങിയാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ സമയം ഈ രാവിലത്തെ മോർണിംഗ് വാക്കുന്നത് കേട്ടേക്കാണ്ട് ഒഴിവാകണ്ട. നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ബാക്കിയുള്ള സമയമാണ് യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ വ്യായാമത്തിന് വേണ്ട ജോലി സമയങ്ങളിൽ നമ്മൾ മറ്റ് മെഷീനറീസ് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. നമ്മൾ ലിഫ്റ്റിൽ കയറുന്ന സ്റ്റെപ്പ് കയറുക, കാലിന് അങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുക, ബോഡി ഇളകിക്കൊണ്ടായിരിക്കുക. എന്തിലും അവനക്ക് ആ വ്യായാമം ആ ജിമ്മൊക്കെ ഗുണം ചെയ്യും. അതല്ല ഇവിടെ നേരെ പോയിട്ട് ഏസിയിലെ കുത്തിറക്കുന്നത് ആ വ്യായാമം ജിമ്മൊക്കെ അവനക്ക് ദോഷവും ചെയ്യും. അതാണ് വ്യായാമത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഓക്കെ, വിഷയങ്ങളിലേക്ക് സംസാരിക്കാം. യെസ്, ശങ്കരകാശം.